സോ അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അങ്ങ് തെലുങ്ക് ദേശത്ത് നിന്ന് നമുക്കൊരു ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഈ പടത്തിൻ്റെ ടീസർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഏത് പടം? മാ ഇൻഡി ബംഗാരം, സാമന്തയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള മാ ഇൻഡി ബംഗാരത്തിൻ്റെ ടീസർ റിയാക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. സാമന്തയാണോ സമന്തയാണോ? അത് ഇഷ്ടമുള്ള പോലെ വിളിക്കാം. സ്നേഹമുള്ളവർ സാമന്ത എന്ന് വിളിക്കും, സ്നേഹം ഇല്ലാത്തവർ സമന്ത എന്ന് വിളിക്കാറുണ്ട്. അത് നമ്മുടെ വിഷയം അതല്ല, നമുക്ക് ട്രെയിലർ ഉണ്ട്, നമുക്ക് ട്രെയിലർ കാണാം. ഇത് ആക്ച്വലി ഇതിൻ്റെ ക്രിയേറ്റർ മീൻസ് ക്രിയേറ്റഡ് ബൈ എന്ന് പറഞ്ഞാണ് രാജ് നിധിപൂർ എന്ന് പറഞ്ഞ് പുള്ളിക്കാരുടെ ഹസ്ബൻഡിൻ്റെ പേരാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ രാജാണ്ടിക്കയിലെ രാജ്. പിന്നെ ഒരു ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ലേഡിയാണ്. അവർക്ക് പടമുള്ളതാണ്, അതെനിക്ക് അറിയില്ലടാ. സോ നമുക്ക് ഇതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടുപോകാം. ഇപ്പൊ എല്ലാ ട്രെയിനിന് മുമ്പ് ഒരു പരസ്യം ഉണ്ടല്ലോ. నేనెవరో నీకు తెలుసా? అసలు నేనెవరో నీకు తెలుసా? రెండేళ్ల నుంచి ఇంట్లో వాళ్ళు పిలుస్తారేమో అని పాపమైన ఎంత ఎదురు చూసారో తెలుసా? కన్నడ ఏదో దొంగ పట్టుకొని అడిగినట్టు అడిగారు క్వశ్చన్లు. నాకు కాదు, తులసికి. దీని అనసూయ మా చిన్న కోడలు, మా ఇంటి బంగారం. ఒక కోడలికి ఎన్ని లక్షణాలు ఉండాలి? ఉత్తమ మహిళలాగా ఫ్యామిలీ ఎంటర్టైనర్, సౌమ్యంగా ఉండాలి, పద్ధతిగా ఉండాలి, వంట చేయాలి, పాట పాడాలి. కానీ నాకు ఇదేమీ రాదే. ఒక్కటైతే నాకు ఉండండి, నా ప్రాణం అడ్డుపెట్టైనా నా ఫ్యామిలీకి ఏం కాకుండా చూసుకుంటా. లెట్స్ కమ్ ఆన్. హీరో అయినా హౌస్ వైఫ్ అయినా డైలాగ్ కరెక్ట్గా పడిందంటే ఎవడైనా బెదరాల్సిందే. అట్లానే ఉన్నావు అన్నాడు. మనమేందో మనకి తెలుసు. అది నల్ల ప్రపంచానికి ఏం కావాలో అదే చూపిస్తాం. మరి పాత లైఫ్ గురించి మీ ఫ్యామిలీకి చెప్పే ఉంటావు కదా? చెప్పావు కదా? నందిని రెడ్డి కన్నా ప్రేమతో అవుతా. പത്തൊമ്പതാം തീയതി ഫാമിലി ഫോർമുല ഇല്ലേ? അതെ അതെ, ഫാമിലി ഫോർമുലയിൽ ഏതറ്റം വരെയും പോവാം. ആക്ച്വലി മറ്റേ തമിഴിലും തെലുങ്കിലും ഓൾറെഡി ഒരു പടം ഉണ്ടല്ലോ, അതായത് നായകൻ സ്വന്തം ഫാമിലി രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. അതുപോലെ ഇവിടെ നായികയാണ്. പക്ഷെ ഇതിലെ ഫൈറ്റ് സീക്വൻസ് ഉണ്ടല്ലോ ഭയങ്കര പവർഫുൾ. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോ ആയിട്ട് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഈ ആക്ഷൻ 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 എന്ന് പറയുമ്പോൾ അതിൽ മൂവി, അതെ, അതായത് ഇപ്പം എന്താ ഇപ്പം ഈ ഫാമിലി മാൻ, പുള്ളിക്കാരെ ഫാമിലി മാൻ ഉൾപ്പെടുന്ന നോക്കി കഴിഞ്ഞാൽ അതിലൊക്കെ ഈ ആക്ഷൻ കൊറിയോഗ്രാഫിക്കകത്ത് ഒരു ഈ ഹാൻഡ് കോമ്പാക്റ്റ് ആണെങ്കിലും എല്ലാത്തിനകത്തും ഒരു അതിനകത്തൊരു പരിപാടി നടക്കണം. ഇങ്ങനെ ചുമ്മാ കുറച്ച് പേര് വരുന്നു, ഓടി വരുന്നു, ഓരോരുത്തർ ഇടിച്ചിരുന്നു, അവർ താഴെ വീഴുന്നു, പൊടി പറക്കുന്നു, സ്ലോ മോഷൻ മ്യൂസിക്. ഇതല്ലാതെ ആ ഫൈറ്റിന് ഇൻട്രസ്റ്റ് ആക്കാനുള്ള ഒരുപാട് എലമെൻറ്റുകൾ അതിനകത്ത് പ്ലേസ് ചെയ്യണം. ഇതിൻ്റെ ടീസർ വന്നപ്പോൾ നമ്മൾ പറഞ്ഞാണ്, ടീസറിലുണ്ടായിരുന്നു ഇതിനേക്കാൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയ 1-2 ഷോർട്സ് ഉണ്ടായിരുന്നു. കുറച്ചധികം അവർക്ക് ഫ്രീ ആയി. കാരണം ഈ നായകന്മാരെ വിളിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ എലിവേഷൻ ഷോട്ടുകളുടെ വെക്കേണ്ട പ്രാധാന്യം ഉള്ളതുകൊണ്ട് ആ എലിവേഷൻ ഷോട്ട് സ്ലോ മോഷൻ ആയതുകൊണ്ട് തന്നെ അതിന് ചുറ്റുമുള്ള സാധനം എല്ലാം സ്ലോ മോഷൻ. അപ്പം ഇതാകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ഫ്രീ ആണ്. ഇതിൻ്റെ അകത്തെ എലിവേഷൻ മൊമെന്റ്സ് ഒക്കെ ആക്ടിങ് മൊമെന്റ്സ് ആണ്. കുറച്ച് പുള്ളിക്കാരുടെ ഡയലോഗ് ഡെലിവറി ഈ കോൺട്രാസ്റ്റ് ആയിരിക്കും. അതായത് ഏറ്റവും കൂടുതൽ ഈ പടത്തിലെ ഫണ്ണും
അതായത് രാജ് എഴുതുന്നോണ്ട് തന്നെ വെങ്കാരം മറ്റേ ആളല്ലേ? അതെ, മാണ്ടി വെങ്കാരം പുള്ളിയാണ്. ഇവക്കത് ആവണമല്ലോ. അതെ, അപ്പൊ അതിനകത്ത് രണ്ട് കാര്യം നടക്കും. ഇവരുടെ വീടിനകത്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, അത് കൂടാതെ പുള്ളിക്ക് പുറത്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, പിന്നെ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് എന്താണ് പുള്ളിക്കാരുടെ ഐഡന്റിറ്റി പുറത്തറിയിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ക്യാരക്ടറിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഹസ്ബൻഡ് റോള് ഒരു പാത്രങ്ങൾ ഒരു ക്യാരക്ടർ മാത്രമാണ്. ഈ എല്ലാം സ്ത്രീകളായിട്ട് മറ്റേ ഒരു സീരിയലില്ലാത്ത ഫൈറ്റ് വന്ന പോലത്തെ അമ്മായിയമ്മ കുടുംബ കുത്തുവിളക്ക്, അതാണ് ഐറ്റം. കുത്തുവിളക്കിനകത്ത് ഒരു ഫൈറ്റ് സീക്വൻസ് ഇത് മലയാളത്തിൽ ഡബ് ചെയ്ത് അങ്ങനെ ആയിരിക്കും പേര്, കുടുംബ കുത്തുവിളക്ക്. അത് കുടുംബവിളക്ക്, ഇത് തമിഴിലാണ് കുടുംബ കുത്തുവിളക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു രസമുള്ള എന്റെ വീട്ടിലെ ഭാഗ്യം. പുള്ളിക്കാരൻ നന്നായിട്ട് ഫൈറ്റും ചെയ്യുന്നുണ്ട് സ്വന്തം. അതെ അതെ, പുള്ളിക്കാരി ഇങ്ങനെ പോസ് ഉണ്ടല്ലോ, അതായത് ബേസിക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ഈ ആക്ഷൻ ചെയ്യുന്നവർ ഒരുപാട് ആക്ഷൻ ഇല്ലെങ്കിലും ഈ ആക്ഷൻ ചെയ്യുന്നവരുടെ ചില പോസ് ഉണ്ടല്ലോ, ഈ പോസ് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അടാ ഇതിനകത്ത് അതിനൊരു ഗുമ്മുണ്ടാവും. ബോഡി ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. കാരണം നമ്മൾ അല്ലാതെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പോലെ ക്യാമറയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് മൊത്തത്തിൽ വേറൊരു പരിപാടിയാണ്. അതെ, അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ ഇവര് അവർക്ക് പരിപാടി പറ്റും. ഒരാളുടെ കൈ തടഞ്ഞാൽ അത് നമുക്ക് തടഞ്ഞ നമ്മളൊരു സാധനം ചെയ്യാൻ പറ്റുന്ന ജേബി നമ്മുടെ ഫൈറ്റ് കൊറിയോഗ്രാഫർ പുള്ളി എടുത്ത് ഈ ആക്ടേഴ്സിനെ കൊണ്ട് ട്രെയിൻ ചെയ്യിക്കുമ്പോഴാണ് നമ്മളല്ലാതെ ഇങ്ങനെ ചുമ്മാ പഠിക്കുമ്പോൾ ഉള്ള തടയൽ പോലെയല്ല ക്യാമറയ്ക്ക് വേണ്ടി അത് സെറ്റ് ചെയ്യുന്നത്. ഇതിനകത്താണെങ്കിൽ ആക്ച്വലി ക്യാമറ കുറച്ചധികം ഹാൻഡ് ഹെൽഡ് എവിടെ വേണേ കൊണ്ടുവെക്കാൻ പറ്റുന്ന രീതിയിലാണ് ത്രൂ ഔട്ട് നമ്മൾ കണ്ട വയ്ക്കുന്നതും ഈ ഹാൻഡ് ഹെൽഡ് ലൈനാണ്. അപ്പൊ ഈ ഹാൻഡ് ഹെൽഡ് വരുമ്പോഴത്തേക്കും ഈ ഷോർട്ട് കമ്പോസിഷനകത്ത് ഈ ഓവർ സ്ലോ മോഷൻ, നമ്മൾ സ്ലോ മോഷൻ ഷോട്ടുകൾ എന്ന് പറയുമ്പം അത് ഭയങ്കര സ്റ്റേജ്ഡ് ആയിരിക്കും. എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, സ്ലോ മോഷൻ ഷോട്ടുകളും ആക്ഷനകത്ത് സ്ലോ മോഷൻ യൂസ് ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ഫ്രെയിംസും ഭയങ്കര എന്താ പറയുക മറ്റേ ഭയങ്കര സ്റ്റേജ്ഡ് ഫീൽ ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ചധികം തലവേദന എടുക്കും. മറ്റേ ഇത് ബോൺ സീരീസിലെ പോലെ മറ്റേ ക്യാമറ ഇങ്ങനെ ഭയങ്കര കട്ട്സും ഭയങ്കര ക്ലോസും മിഡും മാത്രം യൂസ് ചെയ്തൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് കണ്ടോണ്ട് പറയുകയാണ് ഈ കാട്ടാള സിനിമയ്ക്കകത്ത് ബോട്ടിനകത്ത് അകത്ത് വെച്ചൊരു സാധനം ഉണ്ട്. അതിനകത്ത് ഈ പറയുന്ന ഇത് സ്ലോ മോഷൻ ഇതും കൂടെ ചില ഏരിയാസിൽ വരുമ്പോഴത്തേക്ക് ഭയങ്കര ക്ലോസാണ്. അപ്പൊ ഇങ്ങനെ കൈയുടെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പോയി കുറച്ചധികം അതിനകത്ത് കുറച്ച് സിംഗിൾ ഷോട്ട് യൂസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതെ, അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത ഷോട്ടാണ്, പക്ഷെ അതിന് ആ ഒരു ഉദ്ദേശമാണ്. അതെ, അതാണ് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഷോട്ടിൽ തന്നെ ഈ മൾട്ടിപ്പിൾ ആക്ഷനകത്ത് തന്നെ 2-3 പഞ്ചും കിക്കും പരിപാടി എല്ലാം കാണാൻ പറ്റും. നമ്മൾ ആക്ഷൻ കാണുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ എഡിറ്റിലൂടെ നമ്മൾ ആക്ഷൻ കാണിക്കാതെ ഈ പഴയ ജാക്കി ചാൻ പടങ്ങളുടെ ഫൈറ്റ് സീൻസിന്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഷോട്ടിനകത്ത് മൾട്ടിപ്പിൾ പരിപാടി നടക്കും. നമുക്കിങ്ങനെ ഓരോ കൈ എടുക്കുന്നതിനൊരു കട്ട്, ഇടിക്കുന്നതിനൊരു കട്ട്, വീഴുന്നതിന് കട്ട്, അത്രയും പോവാതെ. പ്രത്യേകത ഈ പുള്ളി എൻവയോൺമെന്റ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. കൊടയെങ്കിൽ കൊട, വടിയെങ്കിൽ വടി, എന്താന്ന് വെച്ചാൽ പ്രോപ്സ് മാക്സിമം യൂസ് ചെയ്യുന്നത് അതിനുവേണ്ടി തല ചിലവാക്കി. ഇതിനകത്ത് ഇപ്പം ഇതിലും അതിനുള്ള സ്കോപ്പ് ഒരുപാടുണ്ട്. ഇപ്പൊ ഈ നമ്മൾ കാണുന്നതിനകത്തും ഈ പറഞ്ഞാൽ ഇപ്പൊ ഗൺ ഉപയോഗിക്കുന്നതും മറ്റേ ഇത് ഉപയോഗിക്കുന്നതും എല്ലാത്തിനും കുടുംബം എന്ന സെറ്റിംഗ് കുറച്ചധികം അവർ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന മറ്റേ ആക്ഷൻ സിനിമകളിൽ നിന്നും ശരിക്കും വ്യത്യസ്തമായിട്ട്. പിന്നെ ഇവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് പറയുന്നത് അത് സിനിമ അതെനിക്ക് തോന്നുന്നത് കുറച്ച് പരിപാടിയാണ്. എന്നാലും സ്റ്റിൽ അതിനകത്ത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് പരിപാടി. വില്ലൻ ക്യാരക്ടർ കുറെ കൂടി മറ്റല്ലേ ഗുൽഷൻ ദേവ്. എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ലാലേട്ടനെ സോമൻ കൊല്ലാൻ വരുമല്ലോ, ഭയങ്കര ഹിറ്റ് പടം പ്രിയദർശന്റെ ചിത്ര എലമെന്റാന്ന് തോന്നുന്നു. അവൻ പോലീസുകാരനാണ്, പുള്ളിക്കാരത്തി ജയിലിൽ നിന്ന് ചാടി കല്യാണം കഴിക്കുന്നതാണ് ആ എലമെന്റാന്ന് തോന്നുന്നു. മേ ബി പുള്ളിക്കാരൻ വില്ലനല്ലായിരിക്കും, സോമനെ പോലെ ഞാൻ പിടിച്ചോണ്ട് വരാം, അപ്പോൾ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ, ഞാനിപ്പോൾ കുടുംബിനിയായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ആ കുടുംബിനിയായിട്ട് ജീവിക്കുമ്പം നേരെ എലമെന്റ് ഷിഫ്റ്റ് ആയി. അത് തന്നെ നമ്മൾ ഈ ടെംപ്ലേറ്റിൽ എന്താ നമ്മുടെ ഹീറോസ് അഭിനയിച്ച് ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഫീമെയിൽ വേർഷൻ, ഈ പറഞ്ഞ പോലെ ഫീമെയിൽ അസാസിൻ ആവാം, ഒരു ഫീമെയിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഡക്കോയിറ്റ് കോൺട്രാക്ടർ ലൈൻ ആവാം. അത് തന്നെ, അതാണ് അസാസിൻ എന്നുള്ള നമ്മൾ എലമെന്റ് ഉപയോഗിച്ച് അതിനകത്ത് എല്ലാം വിടുമല്ലോ. പിന്നെ ഒരു ഫ്രഷ് സാധനമുണ്ട്, റോ ഏജന്റ്. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ നമ്മൾ ഒരുപാട് കഥ പറഞ്ഞു. അപ്പോൾ നമുക്ക് മറ്റൊരു പടത്തിൻ്റെ റിയാക്ഷൻ വരാം.